ക്യാരമൽ ക്യാരറ്റ് കേക്കാണ് ഉദ്ദേശിച്ചത്. പക്ഷേ പഞ്ചസാരയും വാനില എസൻസും ചേർക്കാൻ മറന്നുപോയി എന്ന ഒറ്റ കാരണത്താൽ ഇത് ക്യാരമൽ ക്യാരറ്റ് ബ്രെഡായിപ്പോയി. അപ്പോൾ എന്നാ റെസിപ്പി പിടിച്ചോ. 1/2 കപ്പ് പഞ്ചസാര ക്യാരമലൈസ് ചെയ്യുക. അതിനുശേഷം 1 കപ്പ് പാലൊഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ആവശ്യമെങ്കിൽ ഇനിയും പാല് ചേർക്കാവുന്നതാണ്. ഇതുപോലെ ആകുമ്പോൾ അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കുക. 1 കപ്പ് മൈദയിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ളുപ്പ്, 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 കപ്പ് പാല് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ക്യാരമലൈസ് ചെയ്തു വെച്ച ക്യാരറ്റ് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. എന്നിട്ട് ഇതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റി ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. 45 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് കേക്ക് വെന്തോന്ന് നോക്കാം. അപ്പം നമ്മുടെ സംഗതി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയിൽ ഒരു പീസ് കഴിച്ചപ്പോഴാണ് മനസ്സിലായത് മധുരം കുറവ്. ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ടേസ്റ്റ് ഉണ്ട്, പക്ഷേ വാനില എസൻസിൻ്റെ ടേസ്റ്റ് ഇല്ല, മധുരവും കുറവ്. പിന്നീടാണ് മനസ്സിലായത് ദേ ഇരിക്കുന്നു പൊടിച്ചു വെച്ച പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ചു വെച്ചത് ഇടാൻ മറന്നുപോയി. ഇതിൻ്റെ ടേസ്റ്റ് പറയുവാണെങ്കിൽ ഒരു ക്യാരമൽ ക്യാൻഡി കഴിക്കുന്ന ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.